ചാനലൊക്കെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലരൊക്കെ പറയുന്നു ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഡോഗ്സിനൊന്നും ഭക്ഷണം കൊടുക്കുന്നതൊന്നും എപ്പോഴും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ഒളിച്ചും പാത്ത് ഒതുങ്ങിയും ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും പബ്ലിസിറ്റി ചെയ്യണത്, അതേ ഉള്ളൂ അതിനർത്ഥം. ഇനി ആർക്കെങ്കിലും പപ്പീസിനെ കാണണം, അത് ഞാനിവിടെ ഒന്ന് പോകാൻ പോവുകയാണ്. ഒരിക്കൽ കൂടെ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ലൈക്ക് ചെയ്യണേ. 5 പേരുണ്ടല്ലോ, ലൈക്ക് ചെയ്യണേ. അതാണ് നമ്മുടെ കുഞ്ഞു പപ്പീസ്. ഇതിവിടെ ഉണ്ടാവുമെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കും, ഇവിടെ വലുതാവുകയും ചെയ്യും. അതിൻ്റെ അമ്മ നിൽക്കുന്നുണ്ട്, അത് കണ്ട ദൂരോട്ട് മാറി നിൽക്കുകയാണ് പാവം. എന്താ ഏതാ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇനി നമുക്ക് മറ്റേ ഇച്ചിരി വലുതായ പപ്പിയില്ലേ, നമുക്ക് അവളെ അടുത്തോട്ട് പോകാം. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ? എന്തുകൊണ്ട് വിശേഷം? കമൻസായിട്ട് എഴുതണേ. പപ്പി എങ്ങോട്ടോ ഓടിക്കളഞ്ഞു. ഇവിടെ നിൽക്കുന്നുണ്ട് ആളിപ്പം കണ്ടില്ല. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു ഹായ് മാത്രം കിട്ടി. ഹലോ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കാപ്പി കൂടി കഴിഞ്ഞോന്ന്? എനിക്കിവിടെ ഒരു ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വേണ്ട, എൻ്റെ മൈലാഞ്ചി തോട്ടം, പപ്പായ, അതൊക്കെ കാണിച്ചു തരാമേ. ഇത് വേണ്ട, 1 2 3 മൈലാഞ്ചി ചെടിയൊക്കെ ഉണ്ട്. ഞാനിതാണ് തലയിൽ തേക്കുന്ന മുടി കറുപ്പിക്കാനായിട്ടേ. ഒരുപാട് മുടിയൊന്നും നരച്ചില്ല. പപ്പി ഇങ്ങ് വാ, പപ്പി വാ, ഇവിടെ ഇരിക്കാം, വാ. പപ്പി ഇതാ കണ്ടോ, ദൂരെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ചുമ്മാ എപ്പോഴും വേസ്റ്റെല്ലാം കടിച്ച് പറിച്ച് ഇങ്ങനെ നടക്കും. വാ വാ വാ, പപ്പി വാ. ഓയ്, വാ വാ. സത്യം പറഞ്ഞാൽ ഇവളെ കൊണ്ട് നല്ല ശല്യക്കാരിയാണ് കേട്ടോ. ഇത് നാട്ടിൻപുറം അല്ലല്ലോ, ഇതൊരു ക്യാമ്പല്ലേ. അപ്പോൾ അവൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കില്ല. ചില മുമ്പേ ഒക്കെ ഉണ്ടായിരുന്ന എന്ത് ചെയ്യുന്ന വണ്ടിയിലൊക്കെ ചാടിക്കയറി ഈ സ്കൂട്ടിയൊക്കെ ഇവിടെ വച്ചിരിക്കൂലേ, അപ്പോൾ അതിലെല്ലാം കയറി നിന്നിട്ട് സീറ്റെല്ലാം കടിച്ച് പറിച്ച് കളയും. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ചെയ്തില്ല, അതുകൊണ്ട് ഒരല്പം ആശ്വാസമുണ്ട്. മുകളിൽ എവിടെയെങ്കിലും വന്ന് ഒളിച്ച് കിടന്നിട്ടേ പിന്നെ അപ്പിയിടലാണ് പരിപാടി. അപ്പി വിളയിൽ പോയി അപ്പിയിട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവരെയൊക്കെ പിന്നെ വീടിൻ്റെ ഒരു ചുറ്റുപാടുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് കാര്യം സാധിക്കുന്നത്. ഞാനൊരു ചേച്ചിയുമായിട്ട് ആലോചിച്ചപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പ്രസവം 2 പ്രസവം കഴിയുന്നവരെ 2 വയസ്സൊക്കെ ആകുന്നതുവരെ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യും. പിന്നെ അതിൻ്റെ വികൃതിയൊക്കെ കുറയുമെന്ന് പറയുന്നുണ്ട്. ഹലോ, ആരാണുള്ളത്? ഞാനെന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആരുമില്ല, ഒരു ഹായും ഇല്ല, ഒന്നുമില്ല. ഇതാര് ഒരു ലൈവ് ലൂവാ, ഏതോ ഒരു ചൈനക്കാരൻ വന്നൊരു കമൻ്റ് ഇട്ട് തന്നിട്ടുണ്ട്.
നമ്മുടെ മലയാളികളെ കമൻറ്റ്